നമസ്കാരം. 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 ഡയാനെ, ഞാൻ ഇന്ന് ഈ ഫ്ലോറിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് പറയാമോ? ഞാൻ പറയാം. പറയരുത്. അല്ല, പറ. ഇല്ല പറയല്ലേ. ഇവിടെ പറയട്ടെ. അതായത് വിഷു ഉണ്ടല്ലേ? ഇല്ല, ഞാൻ പറയാം. അതായത് ഡയാനെ പുള്ളിക്കാരൻ ഇവിടെ വരുന്നത് അത് പറയട്ടെ, നിങ്ങൾ പറഞ്ഞ അത് കാര്യമൂലെ. ഡയാനെ നമുക്കറിയാവുന്ന അല്ലെന്നേ. ഞാൻ പറയട്ടേന്നേ, നിങ്ങൾ പാരഡി പാടാൻ വേണ്ടി വന്നല്ലേ? ഇവളിത്ര ആലോചിക്കുന്നു പറഞ്ഞു. നമുക്കറിയാൻ പാടില്ല പാരഡി പാടാൻ വേണ്ടി വന്നതാണ്. ഡയാൻ എത്ര എപ്പിസോഡ് ചെയ്യുന്നതാണ്, എന്തിനാ വന്നേന്ന് ചോദിക്കുമ്പോ അത് എന്ന് പറഞ്ഞ ആലോചിക്കുന്നേ. പാരഡി പാടാൻ വേണ്ടി വന്നതല്ലേ? ചേട്ടാ, അത് പാടിയ പോരാ, അതിന് വെറുതെ ലാഗ് അടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ലാഗില്ലാതെ പാട്ടിലേക്ക് കയറാം. ഓക്കെ. വിഷുവിന് കോഴി ഇഷ്ടമാണല്ലോ അല്ലേ? കോഴി കഴിക്കും, ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. എന്തു പറ്റി? അല്ല, ഞാനിന്ന് കോഴിയുടെ ഒരു വിഷയമായിട്ട് വന്നേക്കണം. കോഴിയുടെ ഡിഷല്ല, കോഴിയുടെ ഒരു വിഷയം. കോഴിയുടെ പ്രശ്നങ്ങളാണ്. രണ്ട് കോഴികൾ തമ്മിലുള്ള ഒരു പ്രണയം. കോഴി പ്രണയം. ആയിക്കോട്ടെ. മുട്ടയിട്ടു കോഴിയമ്മ കൊക്കി താഴെയെത്തി, കുറ്റം ചെയ്ത പൂവൻ കോഴി ചുറ്റിപ്പറ്റി വീണ്ടും എത്തി. വെറുതെ പിറകെ ഇനിയും വരണോ? വെറും കോഴിയായി നീ പെരുമാറല്ലേ. എന്നെ നോട്ടമിട്ട് അയലത്തെ കോഴിപ്പോവൻ വരുന്നുണ്ടട്ടോ. മുട്ടയിട്ടു കോഴിയമ്മ കൊക്കി താഴെയെത്തി. മഴയുള്ള രാത്രിയിൽ നീ പതിവായൻ കൂട്ടിനരികെ ഒരു കള്ള കാമുകനായി എത്താറില്ലേ? മഴയുള്ള രാത്രിയിൽ നീ പതിവായൻ കൂട്ടിനരികെ ഒരു കള്ള കാമുകനായി എത്താറില്ലേ? ഞാനല്ല കുറുക്കനാ, അവനാളുമിടുക്കനാ. ഡോറുകൾ തുറക്കുമ്പോൾ സൂക്ഷിക്കണേ. എൻ പ്രണയം സിൻസിയറാ, വിശ്വസിക്കൂ കോഴിപ്പെണ്ണേ. എന്നെ നിന്റെ കൂടെ കൂട്ടിയാൽ നിന്നെ എന്നും കാത്തുകൊള്ളാം. കൊക്കരക്കോ കൊക്കരക്കോ കൊക്കരക്കോ.